ഹേ ഗൈസ്, അപ്പോൾ SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്നറിയോ? 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടുള്ള ദി ലാസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു സർവൈവൽ മൂവിയാണ്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കാരണം നമ്മൾ കാണുന്നതൊന്ന് ഈ ഒരു മൂവിയിൽ സംഭവിക്കുന്നത് മറ്റൊന്ന്. അതുപോലെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂവി. പെട്ടെന്ന് ഈ ഒരു ലോകം മുഴുവൻ മഴ പെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ മഴ പെയ്തതിന് ശേഷം ഒരു വീട്ടിലെ ജനാല പോലും തകർക്കാനോ അല്ലെങ്കിൽ തുറക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ആ വീട്ടിലുള്ള എല്ലാവരും അതിനകത്ത് പെട്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഈ കഥ ഇങ്ങനെ മൂടാനുള്ള കാരണം എന്താണ്? അതും നമ്മൾ പകുതി വരെ വേറെന്തോ ഒരു കാര്യം സംഭവിക്കുന്നു വിചാരിക്കുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യമാണ് ഇതിൽ സംഭവിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവി. അപ്പോൾ ഇതുപോലുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് എനിക്കറിയാം. കഥ പറയാനായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഈ കഥ തുടങ്ങുന്നത് ഒരു കടൽ കരയിൽ നിന്നാണ്. ഇപ്പോൾ രണ്ടുപേർ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇവിടെ നിന്ന് ചൂണ്ടയിടുന്ന ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ജെയ്സൺ. അപ്പോൾ ജെയ്സന് തന്റെ സുഹൃത്ത് അവിടെ നിന്ന് ചൂണ്ടയിടുമ്പോൾ ഈ കടലിലായിട്ട് ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴക്കോളും എല്ലാം കാണുന്നുണ്ട്. ഹേയ്, നല്ല രീതിയിൽ മഴ വരുന്നുണ്ട് എന്ന് ജെയ്സൺ പറഞ്ഞിട്ട് അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഒന്ന് ആ ഒരു ചൂണ്ടയെല്ലാം വെച്ച് ഇപ്പോൾ വണ്ടിയായിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, ഇവരെല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്. ഈ മതിലും കാര്യങ്ങളൊക്കെ വീട്ടിനടുത്ത് ഇല്ലാന്നുണ്ടെങ്കിലും ഇവർക്കാർക്ക് പരസ്പരം അങ്ങനെ അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ജെയ്സൺ തന്റെ വണ്ടിയായിട്ട് നേരെ ആ ഒരു അവന്റെ വീടിനടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജെയ്സൺ പെട്ടെന്ന് വീടിനകത്തേക്ക് ഓടിക്കയറി ആ ഒരു ഡോർ അടയ്ക്കുന്നതും ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ ഡോറിനുള്ളിലേക്ക് മഴവെള്ളം ഉണ്ടല്ലോ, അത് ആ ലോക്കിനുള്ളിലേക്ക് കയറി പോകുന്നത് പോലെ. അതുപോലെ അകത്തേക്ക് വന്ന ജെയ്സൺ ആണെങ്കിൽ വീട് മൊത്തം സെക്യൂരിറ്റി ലോക്കും ചെയ്തിട്ട് ഇപ്പോൾ വീടിനകത്ത് നോക്കുമ്പോൾ അവൻ വളർത്തുന്ന ഒരു നായയുണ്ട്. അതിനോട് ചോദിക്കും, അല്ല ബാക്കി എല്ലാവരും എന്ത് ചെയ്ത് ചോദിക്കുന്നത്. ജെയ്സൺ ഇപ്പോൾ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് വരുമ്പോൾ ജെയ്സന്റെ ഭാര്യ, നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ റെയ്ലി, അവള് ജാപ്പനീസോ ചൈനക്കാരിയോ കണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അവളുടെ അടുത്തിരിക്കുന്നത് അവൾ ചോദിക്കും, അല്ല ബ്രേക്ക്ഫാസ്റ്റിനുള്ള മീനെല്ലാം പിടിച്ചോണ്ട് വന്നു ചോദിക്കുമ്പോൾ അതെ കൊണ്ടുവന്നു പറയുന്നത് ഇപ്പൊ ഇവരുടെ മക്കളായിട്ടുള്ള ഏമയും നോവയും അവര് രണ്ടുപേരും അകത്തേക്ക് കയറി വന്ന് ഇങ്ങനെ 4 പേരടങ്ങുന്ന ആ ഒരു നായനെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. അതിലാണ് നമ്മുടെ റെയിലി ഇപ്പോൾ ഫോണില് ഒരു കാര്യം എടുത്ത് കാണിക്കുന്നത്. വേറൊന്നുമല്ല, ഇവരുടെ വീടിന്റെ ഒരു ഭാഗം നല്ല ഇതിൽ പൊട്ടൽ വീണിട്ടുണ്ട്. അതുപോലെ അവിടെയുള്ള ഒരു ചിമ്മിനി ഉണ്ടല്ലോ, ആ ഒരു ചിമ്മിനിയുടെ ബലത്തിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ട് നിൽക്കുന്നതെന്നും അവൾ പറയുമ്പോഴത്തേക്ക് അവൻ പറയും, അപ്പോൾ നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു വീട് മുഴുവനായിട്ടും പൊളിഞ്ഞ് നമ്മുടെ മുകളിലേക്ക് വീഴോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും ഹീറോയോട് പറയും, അച്ഛൻ നമുക്ക് ആ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങണ്ടേ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഇനിയിപ്പോൾ കുറച്ച് നാൾ കൂടി കഴിഞ്ഞാലേ ക്രിസ്മസ് വരാൻ പോവാണ്. അപ്പോൾ അതിന്റെ ആഘോഷമൊക്കെ തുടങ്ങും. അപ്പോൾ കുട്ടികളോട് പ്രോമിസ് ചെയ്തത് കൊണ്ട് പോവാതിരിക്കാനും കഴിയത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഉടനെ തന്നെ റെഡി ആയിട്ട് ഇപ്പോൾ കുട്ടികളെയും കൂട്ടി വെളിയിലേക്ക് പോകാനായിട്ട് നേരെ വന്ന് ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഡോർ തുറക്കാനായിട്ട് കഴിയുന്നില്ല. ഷേടാ ഇതെന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്നാലും കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ പുറകുവശത്തോടെ വരാമെന്ന് പറഞ്ഞിട്ട് 3 പേരും അടുത്ത ഒരു ഡോറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെയും ഡോർ തുറക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ കുട്ടികളോട് ചോദിക്കും, അല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുന്നിലത്തെ ഡോറിനടുത്തേക്ക് വന്ന് എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഹീറോയിൻ താഴേക്ക് വന്ന്, അല്ല നിങ്ങൾ ഇതുവരെ കാറിന്റെ അടുത്തേക്ക് പോയില്ലേ? ഇല്ല, ഡോർ തുറക്കാൻ കഴിയുന്നില്ല. എന്ത്? അതെ, പുറകിലത്തെ കൂടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ ഇവരുടെ കാർ ഷെഡ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് പോകും. ഇപ്പോൾ ഹീറോയിൻ ആ ഒരു ഡോർ തുറക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും തുറക്കുന്നില്ല. ഹീറോ ആണെങ്കിലും ഇവിടെ വന്നിട്ട് ആ ഒരു കാർ ഷെഡ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു മൂടി തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതും പൊക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം നോവയാണെങ്കിൽ അടുത്തുള്ള ആ ഒരു ജനാലയുണ്ട് ഗ്ലാസിന്റെ, അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് അനങ്ങുന്നത് പോലുമില്ല. ഇപ്പൊ ഇവരെല്ലാവരും വീടിനകത്തുള്ള ഓരോ ജനാലയും കഥകും എല്ലാവരും മാറി മാറി പല രീതിയിലും തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരെന്ത് ചെയ്തിട്ടും ഒന്ന് അനങ്ങുന്നത് പോലുമില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ നേരെ മുകളിലേക്ക് പോയിട്ട് അവന്റെ ലാപ്ടോപ്പ് എടുത്ത് താഴേക്ക് വരുമ്പോഴത്തേക്കും വൈഫൈ സിഗ്നൽ ഇല്ല, അതേപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല, ഫോണിൽ സിഗ്നൽ ഇല്ല. ഇപ്പൊ കുട്ടികൾ രണ്ടുപേരും വെളിയിലേക്ക് വന്നിട്ട്, അച്ഛാ ഞങ്ങളുടെ റൂമിലെ ഓരോ ജനാലയും തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നും തുറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ഇത് കേട്ട ഹീറോ നേരെ വന്നിട്ട് ആ ഒരു ഡോറിലേക്ക് വന്നൊരു ഒറ്റ ചവിട്ട് അവൻ താഴെ വീഴുന്നതല്ലാതെ ഡോർ തുറക്കുന്നില്ല. ഇപ്പൊ ജെയ്സൺ ആണെങ്കിലോ, ഓക്കെ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ വന്ന ആ ഒരു വിൻഡോ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഒരു കമ്പി എടുത്തിട്ട് വന്ന് ഓക്കെ എല്ലാവരും മാറി നിൽക്കുന്നു പറഞ്ഞ് ആ കമ്പി കൊണ്ടുവന്നിട്ട് ഈ ഒരു ജനാല അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും ആ ഒരു ജനാല പൊട്ടുന്നില്ല. എത്ര ഇടിച്ചിട്ടും ആ ചില്ല് പോലെ ഇങ്ങനെ വരുന്നതല്ലാതെ അത് പൊട്ടിത്തെറിക്കുന്നില്ല. ഇപ്പോൾ ജെയ്സൺ അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ഹീറോയി നോക്കുമ്പോൾ അവൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുന്നില്ല. എന്താണെന്ന് ചെറിയൊരു വെള്ളം ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു പൊട്ടിയ ഭാഗങ്ങളിലേക്ക് വന്ന് ഫില്ലാവുന്നു.
അതേപോലെ അടുത്തൊരു വർഷത്തേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെയും പൊട്ടുന്നില്ല. ഇങ്ങനെ അവസാനം നമ്മുടെ ജെയ്സൺ നല്ല ദേഷ്യം വന്നിട്ട് ജെയ്സൺ നേരെ ഓടി വന്ന് അവരുടെ മെയിൻ ജനാലയുണ്ട് അത് പൊട്ടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിൽ നിന്ന് മാറി ഒരാള് ഈ കണ്ണാടി വെച്ചിട്ട് ലൈറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ അടിച്ചു കാണിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയും വന്ന് നോക്കുമ്പോൾ ഓക്കെ, ഇവര് മാത്രമല്ല ഇതിന് ചുറ്റുമുള്ള പല വീടുകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. ആർക്കും പുറത്തിറങ്ങാൻ കഴിയാതെ ജനാലകളും വാതിലുകളും എല്ലാം ലോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് സൂസൻ എന്ന് പറഞ്ഞൊരു പെണ്ണ് ഓടാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. അവൾ ഈ ഹെഡ്സെറ്റും വെച്ചിട്ട് ഓടി വരുന്നതും ഇവർ അവളെ കണ്ടിട്ട് ഓക്കെ സൂസൻ വെളിയിലുണ്ട്, അവൾ ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കും. സൂസൻ ഞങ്ങളിവിടെ പെട്ടു എന്നെല്ലാം പറയുമ്പോൾ അവളത് കേൾക്കുന്നില്ല. സൂസൻ ഓടി അവളുടെ വീടിനടുത്തേക്ക് എത്തുമ്പോഴത്തേക്കാണ് സൂസൻ ഇപ്പോൾ തന്റെ വീട്ടിൽ കയറാൻ ശ്രമിക്കുമ്പോഴും അതേപോലെയുള്ള കാര്യം തന്നെ സംഭവിച്ചു. അതുകൊണ്ട് സൂസൻ സഹായത്തിന് വേണ്ടി വേറെ ആരെങ്കിലും വിളിക്കാനായിട്ട് അവൾ മാത്രം വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കുടുംബവും അതേപോലെ തന്നെ അയൽവക്കത്തായിട്ട് ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നുണ്ട്. ഇവരെല്ലാവരും പരസ്പരം നോക്കിയിട്ട് ഓക്കെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായി വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല എന്ന്. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ ഓക്കെ ഇത് എപ്പോഴെങ്കിലും മാറുമെന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോയും കുടുംബവും ബാക്കിയുള്ള ഓരോ വീട്ടുകാരുണ്ടല്ലോ അവരാരൊക്കെയാണെന്ന് പരസ്പരം നോക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് അടുത്ത് താമസിക്കുന്ന ആ ഒരു ഭാര്യയും ഭർത്താവും അവരൊരു ബോർഡിൽ ഇത് ഗവൺമെന്റ് ആയിരിക്കും ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ എഴുതി ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ എമയുടെ ആ ഒരു സ്ലേറ്റ് എടുത്തിട്ട് അതിൽ എഴുതി കാണിക്കും ചിലപ്പോ, പക്ഷെ എന്തിന്, ഫോർ അവർ സേഫ്റ്റി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിനപ്പുറത്തുള്ള വീട്ടിലെ രണ്ടുപേര് അവരിതുപോലെ ജനാലയിൽ വെച്ച് കാണിക്കുന്നുണ്ട് ഏലിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏലിയൻസ് ഇവരെല്ലാവരെയും വീടിനകത്ത് പൂട്ടി വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, അതിനൊരു ചാൻസ് ഉണ്ടാവത്തില്ല എന്ന് നമ്മുടെ ഹീറോ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ഓക്കെ ഇത് നമ്മുടെ സിറ്റിയിൽ മാത്രമാണോ സംഭവിക്കുന്നതെന്ന് എഴുതി ചോദിക്കുമ്പോൾ അവര് പറയുമില്ല, ഈ ലോകം മുഴുവൻ ഇതാണ് സംഭവിക്കുന്നതെന്ന് പറയും. പറയുന്നതെല്ലാം അവിടെ എഴുതി കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഓക്കെ നമുക്കിപ്പോ കുടിക്കാനായിട്ടുള്ള വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട്, പിന്നെ അത്യാവശ്യത്തിന് ഫുഡും ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഇനി വരാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധയോടെ കാത്തിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ വീട്ടിൽ ഈ ഒരു മീനെല്ലാം വളർത്തുന്നുണ്ട്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ കുട്ടി പെണ്ണ് യമയുണ്ടല്ലോ അവള് ജെയ്സനോട് പറയും അച്ഛാ ഇത് മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ മഴയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുമ്പോൾ ഇല്ല മോളെ അതൊന്നും ആയിരിക്കത്തില്ല, ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ അവള് പറയും ഇല്ല ഈ മഴ ഭയങ്കര വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ജെയ്സൺ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത്. അങ്ങനെ അതിനെപ്പറ്റിയെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കാണ് ജെയ്സൺ ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കബോർഡിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു തോക്കെടുത്ത് റെയിലിക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ റെയിലി ഹേയ് ജെയ്സൺ നീ എന്ത് ഭാവിച്ചത്, ഒരു തോക്ക് വാങ്ങിച്ചിട്ട് അത് എന്നോട് പോലും പറഞ്ഞില്ല, നമ്മുടെ കുട്ടികളെ പറ്റി ആലോചിച്ചത് ചോദിക്കുമ്പോൾ ജെയ്സൺ പറയും ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, കാരണം ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ എന്തോ സ്വപ്നം കാണുന്നു, നമ്മൾ ആരും സേഫ് അല്ല എന്നുള്ളൊരു തോന്നലേ, അതുകൊണ്ട് വാങ്ങി വെച്ചാന്ന് പറയും. അപ്പോൾ നമ്മുടെ റെയിലി ശരി അതെടുത്ത് അകത്ത് വയ്ക്കുന്നതിന് മുന്നേ അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു തരാൻ പറയുന്നതും അവൻ അതെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഡോറിനടുത്ത് വന്ന് ആ ഒരു ഡോറിൽ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് അത് ഡ്രില്ല് ചെയ്ത് ഈ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡ്രില്ലിംഗ് ബിറ്റുണ്ടല്ലോ അത് കേടായി പോകുന്നതല്ലാതെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവൻ ആ ഒരു ചെറിയ ഹോളിലൂടെ നോക്കുമ്പോൾ ആ ഹോളിലും ഈ ഒരു വെള്ളം വന്നിട്ട് അതങ്ങ് അടയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ഒരു ചുമരുണ്ടല്ലോ വീടിന്റെ അത് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതും തകർക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഹീറോയിൻ താഴേക്ക് ഇറങ്ങി വരുന്നത് ഹീറോ പറയും ഈ ചുമര് തകർക്കാൻ കഴിയുന്നില്ല, ഈ വീടിനെ ചുറ്റി മഴ എന്തോ ചെയ്യുന്നത് പോലെ, അതേപോലെ താഴെ കുഴിയെടുക്കാനും കഴിയുന്നില്ല എന്ന് പറയും. ഇപ്പൊ കാറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും കാറ്റ് എന്തായാലും ഉള്ളിലേക്ക് വരുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സംശയമുണ്ട്, റെയിലി നമ്മളിവിടെ അടച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും മനുഷ്യശക്തിയല്ല, അതെന്തായാലും എനിക്ക് ഉറപ്പാണെന്ന് പറയും. അങ്ങനെ ഹീറോ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ആ ഒരു ചിമ്മിനിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതിനു മുന്നേ പൊട്ടിയെന്ന് നമ്മുടെ ഹീറോയും പറഞ്ഞിരുന്നു. ആ ഒരു ഭാഗം ഹീറോ ഇപ്പൊ കാണുന്നതും ആ ഒരു ചിമ്മിനിയുടെ ഉള്ളിലൂടെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഹോള് വീണിട്ട് കുറേശ്ശെ വെള്ളം ഉള്ളിലേക്ക് വീഴുന്നുണ്ട്. ഓക്കെ അങ്ങനെ അന്നത്തെ ദിവസം എന്തായാലും കഴിഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു 8:20 ഇപ്പോഴാണ് നമ്മുടെ ഹീറോ കണ്ണു തുറന്നത്. അങ്ങനെ രണ്ടുപേരും കണ്ണു തുറന്നിട്ട് പെട്ടെന്ന് ഓടി വന്ന് താഴേക്ക് വന്നിട്ട് ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തു കഴിയുന്നില്ല എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കുട്ടികളുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് യമ പറയുന്നത് ഞങ്ങൾ കുട്ടികളല്ലേ, നിങ്ങളാണ് അച്ഛനും അമ്മയും, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഇതുകൂടി കേൾക്കുന്നത് നമ്മുടെ ഹീറോയിനും എന്താ ചെയ്യുന്ന വെച്ചാല് ഈ പഴയ മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ടേപ്പെല്ലാം അവിടേക്ക് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് പറയും ഇതെല്ലാം നമ്മൾ കേൾക്കാൻ പോവാണ്, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 2 സിനിമകൾ മാത്രമേ ഉള്ളൂ, അതും DVD പ്ലെയറിലിട്ട് കാണുന്ന രീതിയിൽ. അപ്പോൾ ഹീറോയും വന്നിട്ട് പറയും ഓക്കെ ഇനി വീട്ടു ജോലികൾ, നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലെല്ലാം തേച്ച് ബെഡെല്ലാം മടക്കി വെച്ച് നല്ലതുപോലെ കുളിച്ച് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെത്. ഫുഡ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ശരിയായിട്ട് അത് ക്രമമായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മാസത്തേക്കുള്ള ഫുഡ് നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട്. ഒരുപക്ഷെ അതിലും കൂടുതലും ദിവസം ആയെന്നും വരാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫുഡ് വീട്ടിലുള്ള എല്ലാ ഫുഡും എടുത്ത് ഒരിടത്ത് തന്നെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് പ്രധാനമായിട്ടുള്ളത് വെള്ളമുണ്ട് കുടിക്കാനായിട്ട്, അതേപോലെ തന്നെ പവർ കട്ടുമില്ല, കറണ്ടും ഉണ്ട്, കൂടാതെ ഗ്യാസും. അപ്പൊ ഇതെല്ലാം ഒരു ലക്ഷറി ഐറ്റം ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യേണ്ടത്.
കാരണം ഇതൊക്കെ എപ്പോൾ നിൽക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് വെള്ളവും കറണ്ടും എല്ലാം സൂക്ഷിച്ചുപയോഗിക്കണം. എന്നിട്ട് ഈ കുട്ടികളോട് പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും പേടിക്കേണ്ട, ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ നല്ലതുപോലെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ ആ ഒരു നായ ഉണ്ടല്ലോ, അതും ഡോറിനടുത്ത് നിൽക്കുന്നു. പാവം വെളിയിലേക്ക് പോകാനാണ്. അപ്പോൾ അതവിടെ ഹീറോ പറയും, എടാ സോറി, അവസ്ഥ ഇതായി പോയി, നിന്നെ വെളിയിൽ വിടാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയത്തില്ല എന്ന് പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ ഒരു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹീറോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മീൻ കണ്ടിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നല്ല ഈ ഒരു കുട്ടികൾക്ക് രണ്ടുപേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരിപ്പോ ഈ ഒരു വീട്ടിലെ ട്രാപ്പായിട്ട് അല്ലെങ്കിൽ വീടിനകത്ത് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഇപ്പോൾ ഉള്ള ഫുഡാണെങ്കിലോ അതെല്ലാം ഇവർ സൂക്ഷിച്ച് തന്നെ പാചകം ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഈ തക്കാളി മറ്റ് വെജിറ്റബിൾസ് എല്ലാം എടുക്കുമ്പോഴത്തേക്കും അതിന്റെ വിത്ത് മാത്രം സെപ്പറേറ്റ് മാറ്റി വെക്കും. കാരണം എപ്പോഴെങ്കിലും ആവശ്യം വരുമല്ലോ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല, എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ അടുത്തുള്ള ആ ഒരു വീട്ടിലെ അയാള് എന്തോ എഴുതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അയാൾ ഹീറോയുടെ സുഖമാണെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ലാന്ന് പറയും. തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പോകുന്നു. അപ്പൊ അയാള് ജെയ്സനോട് നീ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനൊരു എഞ്ചിനീയർ ആണെന്ന് തിരിച്ച് എഴുതി കാണിച്ചു കൊടുക്കും. എന്നിട്ട് തമാശയായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ അയാൾ ചോദിക്കും, നിന്റെ കയ്യിൽ ഫുഡ് ഉണ്ടോന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ളതുണ്ട്, അല്ല നിങ്ങൾക്ക് ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാവം അയാൾക്ക് മാത്രം ഫുഡില്ല, ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവർക്ക് സഹായിക്കാനും കഴിയത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യമയുണ്ടല്ലോ, അവൾ ആ ഒരു ജനാലയുടെ അടുത്തിരുന്നിട്ട് തന്റെ ബുക്കിലെ ഒരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ ജനാലയിലൂടെ വെള്ളം ഉണ്ടല്ലോ അത് പതിയെ അനങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട യമ തന്റെ പെൻസിൽ വെച്ചിട്ട് ആ ഒരു വെള്ളത്തിന് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും പെൻസിലിനോടൊപ്പം തന്നെ ആ വെള്ളവും അനങ്ങുന്നു. അപ്പോൾ റെയിലി വെട്ടുന്ന യമ ജനാലയിൽ വരയ്ക്കരുത് എന്ന് പറയുന്നതും യമ ആ ഒരു കാര്യം മാത്രമേ ഇവരോട് പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് ഇവരെല്ലാവരും ഡാൻസ് കളിക്കാനായിട്ട് വിളിച്ച് ഇപ്പൊ എല്ലാവരും അവിടെ നിന്ന് ഡാൻസ് കളിക്കാണ്. അപ്പോൾ നമ്മുടെ യമ മാത്രം ആ ഒരു ജനാലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വെളിയിലുള്ള മഴയുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു വെള്ളം അത് നമ്മുടെ യമയോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ, അതേപോലെ വേറെ എന്തോ ഒരു കാര്യവും നമ്മുടെ യമ കാണുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഓരോ ദിവസം കഴിയുന്തോറും ഇവർ ആ ഒരു ദിവസങ്ങളെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ക്വാറന്റൈൻ സമയത്ത് വീടിനകത്തായിരുന്നപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത സമയം ചിലർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, കാശുള്ളവർ സന്തോഷിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അതുപോലെ ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് സിനിമ കാണുക, പാട്ട് കേൾക്കുക, ഡാൻസ് കളിക്കുക, ഓരോ ദിവസവും വന്നിട്ട് ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മുടെ യമയുണ്ടല്ലോ, അവള് വെളിയിൽ കണ്ട ചില കാര്യങ്ങൾ വരച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് അത്ര വ്യക്തമല്ല. അപ്പോഴാണ് നമ്മുടെ യമ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ യമ ഒരു കാര്യം പറയും, ഹേയ് അവർ തിരിച്ചു വന്നു. അപ്പൊ നോവ, ആരി? റെയിൻ വാക്കർ. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുന്ന സമയത്താണ് അവർ വരുന്നതെന്ന്. അപ്പോൾ നോവ വെളിയിലേക്ക് നോക്കുമ്പോൾ എന്തൊരു രൂപ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നോവ പറയും, അത് വേറെ എന്തെങ്കിലും മൃഗമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ യമ അവളുടെ ബുക്കിൽ വരച്ചിരിക്കുന്ന ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അത് റെയിൻ വാക്കർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തെ പറ്റിയാണ് അവള് വരച്ചത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ഈ കുട്ടികൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നില്ല. എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇലക്കറികള് പച്ചക്കറികള് വീട്ടിലുള്ള കറികൾ മാത്രം കഴിക്കുന്നത്. ഇവർക്ക് കോൺഫ്ലെക്സ് വേണം, ബിസ്ക്കറ്റ് വേണം, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറയും. അപ്പോൾ രണ്ടുപേർക്ക് ഫുഡ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ അവരുടെ രണ്ടുപേരുടെ ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. അപ്പോഴാണ് യമ പറയുന്നത്, ഇതുപോലെ ഞാൻ വെളിയിൽ ഒരു കാര്യം കണ്ടുവെന്നും അവർ നമ്മളോട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുന്നതും ഈ ഹീറോയിനെ അത് വിശ്വസിക്കത്തില്ല. അവർ പറയും, നിനക്കത് തോന്നിയതായിരിക്കും, വെളിയിൽ അങ്ങനെ ആര് വരാനാണ്, എല്ലാവരും നമ്മളെപ്പോലെ തന്നെ വീടിനകത്ത് അടഞ്ഞു കിടക്കാണ് എന്ന് പറയുന്നതും നമ്മുടെ റെയിലി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് കേക്കിന് പകരം ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു കുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും. അതുപോലെ ഈ ഒരു ക്രിസ്മസ് ഇവർക്ക് നല്ലതുപോലെ ആഘോഷിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ആ ഒരു വിഷമം ഉണ്ട് അവൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ഇവരുടെ വീടിനകത്ത് കിടന്നിട്ട് ആ ഒരു ഗ്ലാസ്സിലൂടെ മുകളിലേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുന്നു. കാരണം ഇനിയിപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കണ്ട, വീടിന്റെ ലോൺ അടയ്ക്കണ്ട, ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് ചെയ്യണ്ട, അങ്ങനെ സമാധാനമായിട്ടുള്ളൊരു ജീവിതം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഇരിക്കുന്നു. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ വീടിന് വെളിയിലായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് കത്തും. അപ്പൊ നോക്കുമ്പോൾ ഒരു നായ ഇവരുടെ വീടിനകത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. ഇപ്പൊ അതിനെ കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത്തിരി വലിയൊരു ഡോഗാണത്. അങ്ങനെ ആ ഒരു ഡോഗ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പൊ ഇത് നമ്മുടെ ലോകമല്ല, ഇത് അവരുടെ ലോകമാണ്, ഈ കപ്പൽ ഓടിക്കുന്നത് അവരാണെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ക്രിസ്മസ് ദിവസം ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും ഒക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യമ ഈ ജനാലയിലൂടെ അടുത്ത വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ. അതിൽ ആ ഒരു ഭാര്യ, ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണ്, കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് പെട്ടെന്ന് താഴെ വീഴുന്നതും യമ ഈ ഒരു കാര്യം ഇവരോട് പറയുമ്പോൾ എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അവരിപ്പോൾ വെളിയിലേക്ക് കൊണ്ടുപോകാനും കഴിയത്തില്ല. ഇപ്പൊ ഈ ഒരു സംഭവം കൂടി ആവുന്നതും ഇവർക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. കാരണം ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ സഹായിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? അതുകൊണ്ട് യമ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ അവർക്ക് ശരിയാവുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശരിയാവത്തില്ല എന്ന് പറയും.
ഇത് കേൾക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പൊ ആ ഒരു ഇവരുടെ ഡോഗിന് കൊടുക്കാൻ പോലും ഫുഡ് അങ്ങനെ തികയുന്നില്ല. കുറേശ്ശെ മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ഏമ കിടന്ന് ഉറങ്ങുന്നത്. ഇപ്പൊ രാത്രിയിൽ അവൾക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് അവൾ എഴുന്നേറ്റ് താഴേക്ക് കളിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ കളിക്കുമ്പോഴത്തേക്കാണ് ആരോ ഒരാൾ വീടിന് വെളിയിലൂടെ പോകുന്നത് പോലെ. അതെന്താണെന്ന് ഏമ പോലെ കാണുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു കണ്ണാടിയിലേക്ക് ആരോ വന്ന് അടിക്കുന്നതും. ഏമ വന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഇതിനു മുന്നേ സൂസൻ എന്ന് പറഞ്ഞൊരു പെണ്ണ് മാത്രം വെളിയിലുണ്ടായിരുന്നല്ലോ, അവളാണ്. അവളിപ്പോ വന്നിട്ട് പ്ലീസ് എന്നെ രക്ഷിക്കാൻ പറയുന്നതും ഇവരെല്ലാവരും ശബ്ദം കേട്ട് താഴേക്ക് ഒന്ന് നോക്കും. അപ്പൊ അവളാണെങ്കിൽ ഈ ഒരു വീടിനകത്തേക്ക് ഓടി കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ കഴിയുന്നില്ല, ഡോർ വെക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ സൂസൻ അവിടെ കിടന്നിട്ട്, ഇല്ല, അവരെല്ലാ സമയവും വരും, നിങ്ങൾ ആരും അവരുടെ കണ്ണിൽ വിടാതെ ഒളിച്ചിരിക്കാൻ ശ്രമിക്കണം, അവർ നമ്മളെ കൊണ്ടുപോകും, ഇതാണ് അവസാനം എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ ആ ഒരു കണ്ണാടിയിൽ തട്ടി ഇവരോട് പറയുന്നതും പെട്ടെന്ന് എന്തോ ഒരു കാര്യം വന്ന് സൂസനെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. ഇവര് നോക്കി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വെളിച്ചമുണ്ട്. അതുമല്ല ഒന്നും ഇവർക്ക് കാണാനും കഴിയുന്നില്ല. കുറച്ചു നേരത്തേക്ക് ഒന്നും കാണാൻ കഴിയാതെ ഇപ്പൊ വീണ്ടും എല്ലാം പഴയ അവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ യമയുണ്ടല്ലോ, അവള് വരച്ചു വെച്ചിരിക്കുന്ന, കാരണം അവള് വിചാരിച്ചിരിക്കുന്നത് ഇത് വെളിയിൽ എന്തെങ്കിലും പ്രേതങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം ചെയ്യുന്നതാണെന്നാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഹീറോ കണ്ടിട്ട്, യമ ഇതുപോലെ നമ്മളെ വേറെ ശക്തി അടച്ചു വെച്ചിട്ടില്ല, ഇതിനൊന്നും കാരണം അവരെല്ലാം എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവർ 4 പേരും ഒരുമിച്ച് കിടന്നാണ് ഉറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് സർവൈവ് ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആ ഒരു ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോഴാണ് പല വീടുകളിലും, പ്രത്യേകിച്ച് ആ ഒരു വയസ്സായിട്ടുള്ള 2 പേരുണ്ടല്ലോ, അതിൽ ആ ഒരു ഭാര്യ മരിച്ചു, അവരുടെ ശരീരം ഭർത്താവ് ഒരു തുണി വെച്ച് മൂടുന്നുണ്ട്. വേറൊരു വീട്ടിലാണെങ്കിൽ മെഡിസിൻ ഇല്ല, മറ്റൊരു വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഭയങ്കരമായിട്ടുള്ള വഴക്ക്. ഇപ്പൊ കുട്ടികൾ 2 പേര് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോ പെട്ടെന്ന് ആ ഒരു കർട്ടൻ പിടിച്ചിട്ടുണ്ട്. ഹേയ്, നിങ്ങൾ എന്താ ചെയ്യാൻ പോന്നേ, ഇപ്പൊ എന്തായാലും താഴേക്ക് വരണ്ട, നമ്മളെല്ലാവരും ഇപ്പൊ എക്സസൈസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ഒരു കുട്ടികളോട് എക്സസൈസ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ നോവയാണെങ്കിലോ വീടിനകത്ത് കിടന്ന് ഓടുന്നു. ഇതേ സമയം എമയാണെങ്കിൽ ഒരു വലിയ തുണിയെടുത്ത് അവരുടെ ആ ഒരു ചിമ്മിനിയുടെ അടുത്ത് തൂക്കിയിട്ടിട്ട് അതിൽ തല കീഴായിട്ട് കിടന്ന് പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ വെയിറ്റ് താങ്ങി ആ ചിമ്മിനി ഉണ്ടല്ലോ അതിന് മുകളിൽ നിന്നും എന്തോ ഒരു പ്ലേറ്റ് നേരെ താഴേക്കൊന്ന് വീഴുന്നു. ഇത് പൊട്ടിത്താഴെ വീഴുന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ ഒരിക്കലല്ല. അപ്പൊ എമ ഈ ഒരു കാര്യം ഹീറോയോട് പറയുന്നതും ഹീറോ ആ ഒരു ചിമ്മിനിക്കുള്ളിലൂടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ മുകളിലേക്ക് പോകാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. കാരണം നേരത്തെ ഹീറോ നോക്കുമ്പോഴത്തേക്ക് അത് അടഞ്ഞിരിക്കുമായിരുന്നല്ലോ. അപ്പോഴാണ് യമ ഇവരോട് പറയുന്നത്, അച്ഛാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുവഴി വെളിയിലേക്ക് പോകാലോ, അങ്ങനെ രക്ഷപ്പെട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, മുകളിലേക്ക് എത്തുന്തോറും ചിമ്മിനിയുടെ ഗ്യാപ്പ് വളരെ കുറവാണ്, നമുക്കൊരിക്കലും കയറാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ യമ ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റി, നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കഴിയുമെന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഇല്ലില്ല നീ മുകളിലേക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ ഇല്ലമ്മ ഒരു തവണ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ യമയെ ഇവർ തയ്യാറാക്കാണ്. തൊപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു തുണി എടുത്ത് മുകളിലേക്ക് ഒരു വലിയ കമ്പ് വെച്ചിട്ട് അവിടെ വലിയൊരു കമ്പിയുണ്ട് അതിലേക്ക് കൊരുത്ത് ഇപ്പോൾ നമ്മുടെ യമയെ പതിയെ വലിച്ച് ഇവർ മുകളിലേക്ക് കയറ്റും. അപ്പൊ യമയാണെങ്കിൽ ഇത്തിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് പതിയെ അവള് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്കൊരു പേടി എന്താണെന്നറിയോ, ഈ വീടിന്റെ ഈ ചിമ്മിനി ഭാഗം അത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ വരുന്നില്ല. നമ്മുടെ യമയെ വലിച്ചവർ മുകളിലേക്ക് എത്തുന്നതും യമ ഒരു വിധത്തിൽ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് കൈ ഇടുന്നു. എന്നിട്ട് മുകളിലേക്ക് കൈ കാണിച്ചിട്ട്, ഹേയ് ഞാൻ മുകളിലെത്തി, എന്റെ കൈ വെളിയിൽ വന്നെന്നെല്ലാം പറഞ്ഞ് എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ യമയെ നേരെ താഴേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് താഴേക്ക് വന്നിട്ട് നമ്മുടെ യമ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അവൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട്. അപ്പോഴാണ് ഇവരുടെ നായ കരയുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഓടി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ പാവം അതിന് ഈ ഒരു ഫുഡ് വലുതായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അതിനൊട്ടും വയ്യാന്ന് തോന്നുന്നു, അത് മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. അപ്പൊ ഇങ്ങനെ തന്നെ അതിനെ കിടത്താൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇവരെന്താ തീരുമാനിക്കുന്നറിയോ, ആ ഒരു നായനെ കൊല്ലാന്ന്, അതും ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി. ഇപ്പോ ഇവര് 3 പേരും നമ്മുടെ ഹീറോയിനും 2 കുട്ടികളും നേരെ ഹാളിലേക്ക് വന്നിരുന്ന് അവർക്ക് ആ ഒരു ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ടിവിയുടെ വോളിയെല്ലാം നല്ലതുപോലെ കൂട്ടി വെച്ച് ചെവിയെല്ലാം മൂടി അവിടെ തന്നെ ഇരിക്കുന്നത് നമ്മുടെ ഹീറോ നേരെ ആ ഒരു തോക്കും കൊണ്ട് നായരുടെ അടുത്തേക്ക് വന്നിട്ട്, വേറെ വഴിയില്ലല്ലോ, ഇവരെത്ര ഓമനിച്ച് വളർത്തുന്നതാണെങ്കിലും അതിനെ കൊല്ലാതെ വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് ഹീറോ അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അവിടേക്ക് വന്ന ആ ഒരു നായനെ കണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നമുക്കിതിനെ ഫ്രീസറിലും എല്ലാം വെക്കാം. അപ്പോൾ ഹീറോയിൻ പറയുമില്ല, നമുക്കതിനെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികളെ ഉറങ്ങിക്കഴിയുന്നതിന് ശേഷം ആ ഒരു ബാരലിലിട്ട് കത്തിക്കാന്ന് പറയുമ്പോൾ ഹീറോ പറയും, ദേ ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്, നമുക്ക് ഫുഡില്ല, അതുകൊണ്ട് നമുക്കിത് ചെയ്തേ മതിയാവുള്ളെന്ന് പറയുമ്പോൾ ഹീറോ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ നായയുടെ ശരീരം ഇവർക്ക് ഫുഡായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ വഴിയില്ലല്ലോ, ഇപ്പോൾ മാസങ്ങൾ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഹീറോയിന് അതിനൊട്ടും താല്പര്യമില്ല. അവള് പറയും, ഇല്ല ഞാൻ ഇത് ചെയ്തില്ല, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും. ഇപ്പൊ അതുകൊണ്ട് ഹീറോയ്ക്കും വേറെ വഴിയൊന്നുമില്ല, എത്ര കാലം ഇവരിങ്ങനെ ജീവിക്കുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഹീറോ ആ ഒരു നായയുടെ ശരീരം കട്ട് ചെയ്ത് അത് ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചേക്കാണ്. അങ്ങനെ ഹീറോ ആ ഒരു വീടിന്റെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവർ നേരത്തെ ഒരു നായരെ കണ്ടല്ലോ, അത് വെളിയിൽ വന്ന് നിൽക്കുന്നതും ഇത് കണ്ട ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല്
ഇവൻ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മാംസം അതൊരു കവറിലാക്കി നേരെ ആ ഒരു ചിമ്മിനി വഴി മുകളിലേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് എന്താണ്, അതിലൂടെ തന്നെ പതിയെ താഴേക്ക് ഇറക്കും, അത് തുണിയിൽ കെട്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു നായയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതും അതാ ഒരു മാംസം കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും അതെ അങ്ങനെ തന്നെ എടുത്തോളാൻ പറയുമ്പോൾ വേറെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ആ ഒരു നായ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയങ്ങ് പോകുന്നു. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് മഴ പെയ്യുന്നതും ഹീറോ ഇപ്പോൾ വെളിയിലേക്ക് നോക്കി ആ ഒരു ജനാലയിലേക്ക് കൈ വെക്കുമ്പോൾ അതിന് വെളിയിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതെല്ലാം അവന്റെ കൈയിനടുത്തായിട്ട് വന്ന് നിൽക്കുന്നു. അതിപ്പോഴാണ് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് കുട്ടികൾ രണ്ടുപേരും ഈ യൂണിവേഴ്സിനെ പറ്റിയുള്ള ബുക്കെല്ലാം വായിക്കുമ്പോഴത്തേക്കാണ് ഇവര് ഇനിയിപ്പോ ഏലിയൻസ് ആയിരിക്കോ, കാരണം എന്തോ ഒരു ശക്തിയാണ് ഇവരെ എല്ലാവരും വീടിനകത്ത് അടച്ചു വെച്ച് ഇതുപോലെ വെളിയിലിറങ്ങാൻ സമ്മതിക്കാതിരിക്കുന്നത്. അപ്പോൾ നോവ പറയും ഇല്ല, ഏലിയൻസിന് ഒരിക്കലും മഴ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഏമ അടുത്ത ദിവസം തന്നെ ആ ഒരു ജനാലയുടെ അടുത്തേക്ക് അവളുടെ ചെടിയുണ്ട് അത് കൊണ്ടുവന്നിങ്ങനെ വെക്കും. അപ്പൊ കുറച്ചു നേരം വെയിൽ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നു. അതുമല്ല, സാധാരണ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ആ ഒരു ജനാലയുടെ കർട്ടനും അതേപോലെ തന്നെ വാതിലുകൾ അടയ്ക്കുന്നു. വെളിയിലുള്ള ഒരു കാര്യത്തിന് ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കാണാതിരിക്കാൻ വേണ്ടി ജനാലയുടെ കർട്ടനൊക്കെ ഉണ്ടല്ലോ അത് പിടിച്ചിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ എമയുടെ അടുത്തേക്ക് വരാൻ പറയുമ്പോൾ അവള് പറയും ഇല്ല ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് ഇപ്പൊ അവസാനം ഹീറോ എമയെ അടുത്തേക്ക് വിളിച്ചിരുത്തി. ഇവരെല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എമ അവളുടെ ചെടി അവിടെ താഴെ വെച്ചേക്കാണ്. അവളുടെ ചെടി എടുക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് അവള് പെട്ടെന്ന് എന്റെ ചെടി എന്ന് പറഞ്ഞ് ഓടി വന്ന് ആ ഒരു ചെടി എടുക്കുന്നതും പെട്ടെന്ന് പുറയിൽ കാണിക്കുമ്പോ ആഹാ വേറൊന്നല്ല, എന്തോ ഒരു ജീവി അത് ഈ ഒരു ജനാലയുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പോ വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും വലിയൊരു കരടിയുടെ അത്ര വലിപ്പമുണ്ട്. ഈ വീടിനകത്ത് ആളുണ്ടെന്ന് അറിയുന്നതും അത് പെട്ടെന്ന് ജനാല തറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ യമയാണെങ്കിലും അവിടെ പേടിച്ചിരിക്കുന്നതും ഹീറോ ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ജീവി ഉണ്ടല്ലോ അത് കരടിയൊന്നുമല്ല, വേറെ എന്തോ ഒരുപാട് കൈകളൊക്കെ ഉള്ളതുപോലെ. അങ്ങനെ ആ ഒരു ജീവി അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതുമല്ല ഇപ്പൊ ഇവർ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ആഹാരമെല്ലാം ഏകദേശം തീരാറായല്ലോ. ഇപ്പൊ യമയ്ക്ക് കഴിച്ചിട്ട് അവൾക്ക് ഇപ്പോഴും വയറ് വിശക്കുന്നുണ്ട്. ഇത് പോരാ, അവള് പറയും എനിക്ക് ഇനിയും ഫുഡ് വേണമെന്ന് പറയും. ഹീറോ തന്റെ പ്ലേറ്റ് എടുത്ത് അടുത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇല്ല എനിക്ക് ഇന്നൊരു ദിവസം മാത്രം കുറച്ച് അധികം വേണമെന്ന് പറഞ്ഞിട്ട് അവളോടി ഫ്രിഡ്ജിനടുത്തേക്ക് വരുമ്പോൾ റെയിലി വന്ന് തടയും. ഇല്ല നമുക്ക് എല്ലാവർക്കും വിശപ്പുണ്ട്, എല്ലാവരും ഒരുപോലെ തന്നെ കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവളില്ല എനിക്ക് ഒരു തവണയെങ്കിലും കാണണമെന്ന് പറയുമ്പോൾ റെയിലി പെട്ടെന്ന് ആ ഒരു ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നതും ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ക്യാരറ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ കബോർഡുകളിലും ഇവരുടെ ഫുഡെല്ലാം ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇതുകൂടിയാവുന്നത് ഏമ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ നോവയും വന്നത് കണ്ടിട്ട് അവനും വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട്, കാരണം ഇനി ഫുഡില്ലല്ലോ. ഇപ്പോൾ ഹീറോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം ഒരു ദിവസം കഴിയുമെന്ന് പറയുമ്പോൾ അവൾക്ക് അവളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ഇത്രയും നാളായിട്ട് ഒരു മാറ്റമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ മരിക്കുമെന്ന് പറയുന്നതും ഇപ്പൊ നോവ അവിടേക്ക് വരികയാണ്. എന്താന്ന് വെച്ചാല് ഇവരുടെ അക്വറിയത്തിലിട്ടേക്കുന്ന ആ ഒരു മീനിനെ അവൻ കൊന്നിട്ട് അതിനെ കൊണ്ടുവന്ന് ഇത് നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിച്ച് ആകെ വിഷമിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തെ ഈ ഏമയെ അവിടേക്ക് വരും. കാരണം ഈ 4 പേരും ഒരുമിച്ച് മനസ്സിലാക്കണം ഇനി അങ്ങോട്ട് ഫുഡോ കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ തന്നെ സർവൈവ് ചെയ്യണമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ വെളിയിലേക്ക് അവൻ നേരത്തെ മുറിച്ചിട്ട് ആ ഒരു മാംസം ഉണ്ടല്ലോ അത് ആ ഒരു നായി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയ്ക്ക് ഒരു ഐഡിയ. ഹീറോ നേരെ തന്റെ ആ ഒരു ഗ്യാരേജിലേക്ക് ചെന്നിട്ട് അവനൊരു എഞ്ചിനീയർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കെണി ഇപ്പോൾ ഹീറോ ഉണ്ടാക്കാണ്. അങ്ങനെ കുറെ നേരം വർക്ക് ചെയ്തിട്ട് ഒരു കെണി അവൻ ഉണ്ടാക്കി. അതില് ഇവരുടെ ഡോഗിന്റെ മാംസം ബാക്കി വെച്ചേക്കാണല്ലോ അത് കുറേശ്ശെ കട്ട് ചെയ്ത് ഈ ഒരു കെണിയിൽ വെച്ചിട്ട് അത് ആ ഒരു ചിമ്മിനി വഴി തന്നെ മുകളിലേക്ക് ഇറക്കും. എന്നിട്ട് എന്താണ് അത് പതിയെ പതിയെ താഴേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതും ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കുറുക്കൻ അവിടേക്ക് വരുന്നുണ്ട്. അതിങ്ങനെ മണത്ത് വന്നിട്ട് ഈ ഒരു മാംസം അത് ഈ ഒരു കെണിയിൽ നിന്ന് കടിച്ചെടുക്കാണ്ട് വരുമ്പോൾ ഇവര് രണ്ടുപേരും നമ്മുടെ നോവയും ഹീറോയും അത് നോക്കി നിൽക്കാണ്. പക്ഷെ അത് കടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ കെണി കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. എന്നിട്ട് അത് കുറച്ചു നേരം ഇവരെ നോക്കി നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകുമ്പോഴത്തേക്കാണ് ആ ഒരു കെണി അത് വർക്ക് ആവുന്നത്. അപ്പോൾ ഹീറോ അത് വലിച്ചെടുത്തിട്ട് ഒന്നുകൂടി റീവർക്ക് ചെയ്ത് ഇത്തവണ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു കെണി ഒന്ന് വീഴണം, അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി റീവർക്ക് ചെയ്ത് പുതിയൊരു കെണി വീണ്ടും താഴെ ഇറക്കാണ്. അങ്ങനെ ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുറുക്കൻ വീണ്ടും അവിടേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു കെണിയിലെ മാംസം എടുത്ത് കഴിക്കുന്നതും പെട്ടെന്ന് ആ ഒരു കുറുക്കനെ കെണി പിടിക്കുന്നുണ്ട്. തുണി വലിച്ച് മുകളിലേക്ക് കയറ്റി ആ ഒരു കുറുക്കനെ വലിച്ച് മുകളിലേക്ക് കയറ്റുന്നതും ഇത് തുണി ആയതുകൊണ്ടും ഈ ഒരു കുറുക്കന് ചെറിയ വെയിറ്റ് ഉള്ളത് കൊണ്ടും അത് പകുതിയിൽ വെച്ചിട്ട് കീറി അങ്ങ് പോവും. അപ്പോൾ കുറുക്കൻ നേരെ താഴേക്ക് വീണിട്ട് ആ ഒരു കെണിയിൽ നിന്നും അതോടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ഹീറോ എടുത്ത് റീവർക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവർ കുറച്ച് ഫുഡ് കൊണ്ടുവരുന്നു, കുറച്ച് ബീൻസും അതേപോലെ തന്നെ ക്യാരറ്റ് എല്ലാം. ഹീറോ പറയുമില്ല കുട്ടികൾ കൊടുക്കാൻ പറയുമ്പോൾ നീ കുറേ ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ട് നിനക്ക് തല ചുറ്റുന്നത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് ബാക്കി എന്തുവേണമെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ആ ഒരു ബീൻസ് എല്ലാം എടുത്ത് കഴിച്ച് അത് നല്ല വിശപ്പുണ്ട്. എന്നിട്ട് എന്താണ് ആ ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഹീറോ പെട്ടെന്ന് എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് ഓക്കെ ചെറിയൊരു കൂട്, അത് ഒരു മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു കൂട് സെറ്റപ്പ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഈ ഒരു ക്യാരറ്റിന്റെ ഇല ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് ഇത്തവണ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു വയറ് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളത്. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുയൽ വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ അണ്ണാനുണ്ടല്ലോ അത് വരുന്നു.
എന്നിട്ട് എന്താണ് ഇത് പതിയെ പതിയെ ആ ഒരു കൂടിനകത്തേക്ക് കയറുന്നതും ഹീറോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു അണ്ണാൻ അകത്തേക്ക് കയറുന്നതും ഹീറോ ആ ഒരു കെണി അങ്ങ് അടച്ചിട്ട് പെട്ടെന്ന് അതിനെ വലിച്ച് മുകളിലേക്ക് എടുക്കുകയാണ്. ഇപ്പൊ ഇത് കാണുന്ന നമുക്ക് തോന്നും പാവോരണ്ണാൻ അതിനെ ഇവർ കൊല്ലാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയാലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഹീറോ അവസാനം ആ ഒരു അണ്ണാനെ വലിച്ച് മുകളിലേക്ക് ചിമ്മിനിയുടെ മുകളിലെത്തുമ്പോൾ അത് ഉള്ളിലേക്ക് വരുന്നില്ല, ടൈറ്റായി പോയി. ഹീറോ ഇട്ട് വലിച്ച് 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 അവസാനം ഈ കൂടുൾപ്പെടെ ഉള്ളിലേക്ക് വീഴുന്നതും ആ അണ്ണാൻ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയി. കൂട് മാത്രമാണ് താഴെ വീഴുന്നത്. ഇത്തവണ ഫെയിൽ ആയെന്ന് വിചാരിക്കുമ്പോൾ ഈ അണ്ണാൻ പോയിട്ടില്ലായിരുന്നു. അത് മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീണ് അങ്ങനെ ചാവുന്നതും ഇപ്പോഴാണ് ഇവർക്ക് സന്തോഷമായത്. ഓടി വന്ന് ആ ഒരു അണ്ണാനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ഉടനെ തന്നെ വെട്ടി കണ്ടിച്ച് അതിനെ വേവിച്ചിട്ട് ഉടനെ തന്നെ 4 പേരും പങ്കിട്ട് കഴിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, വീണ്ടും മാസങ്ങൾ കഴിയുന്നു, ആഴ്ചകൾ കഴിഞ്ഞു പോകുന്നു. ഇവരെല്ലാവരും ഇപ്പൊ പുതിയ കെണികൾ ഉണ്ടാക്കിയിട്ട് വേറെ ചില ജീവികളെ, അതേപോലെ തന്നെ പ്രാവുകള്, പക്ഷികള്, കൂടാതെ നമ്മുടെ ഹീറോയും മാറ്റി വെച്ചിരുന്ന ആ ഒരു വിത്തുകളുണ്ടല്ലോ അതെല്ലാം എടുത്തു വെച്ചിട്ട് ഇവര് വീടിന്റെ ഫ്ലോറ് അത് തടി വെച്ചുണ്ടാക്കിയതാണ്, അതെല്ലാം വലിച്ചിളക്കി താഴെയുള്ള ആ ഒരു മണ്ണുണ്ടല്ലോ അതിൽ നടും. അതിൽ നട്ടിട്ട് വീടിനകത്ത് തന്നെ ഇതുപോലെ കൃഷി ചെയ്യാൻ തുടങ്ങാണ്. ഇപ്പൊ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുപാടിനുള്ള എല്ലാവരും പല രീതിയിലും വിശപ്പ് കാരണം മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇവർ മാത്രം നല്ല സന്തോഷമായിട്ട് ഇപ്പോൾ കെണി വെച്ച് ആഹാരം പിടിക്കുന്നവർക്ക് ആഹാരമുണ്ട്, വെള്ളമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലുള്ളത് ആകെ 2 കാസറ്റ് മാത്രമേ ഉള്ളൂ. ആ 2 സിനിമ മാറി മാറി ഇരുന്ന് കണ്ട് ഇങ്ങനെ പല രീതിയിലും ഇവരെല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു 5 വർഷം കഴിഞ്ഞ് കാണിക്കുമ്പോൾ എന്താണെന്നറിയോ, അവരുടെ വീടിനകത്ത് തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതും ഭയങ്കരമായിട്ടൊന്നുമല്ല ഉള്ള രീതിയിൽ. അതേപോലെ തന്നെ വെളിയിൽ നിന്ന് കെണിയെല്ലാം വെച്ചിട്ട് മൃഗങ്ങളെല്ലാം പിടിച്ച് ഇപ്പോൾ നോവ വലുതായി, അതേപോലെ തന്നെ എമ വലുതായി, ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ വീടിന് വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു സ്ഥലം മുഴുവനായിട്ടും കാട് പിടിച്ചതുപോലെയായി. കാരണം ഇപ്പോൾ മനുഷ്യരാരും വെളിയിലില്ല. അതുകൊണ്ട് മൃഗങ്ങൾ ഇപ്പോൾ എല്ലാ സ്ഥലവും വന്നിട്ട് അവർ ഈ ഒരു ലോകത്ത് ജീവിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇപ്പോഴും അവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഈ മഴ പെയ്യുമ്പോഴത്തേക്കും വീട് മുഴുവനായിട്ടും മൂടിയിടുക, അല്ലെങ്കിൽ ജനാലകളെല്ലാം അടച്ചിടുക. കാരണം വെളിയിൽ എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. അതിപ്പോഴും വർഷങ്ങളായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ താടി മുടിയെല്ലാം വളർത്തിയിട്ട് അവസാനം നമ്മുടെ ഹീറോയിൻ അവന് പല രീതിയിലും മുടിയെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോഴും അവന്റെ താടിയെല്ലാം ഷേവ് ചെയ്ത് മുടിയെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോ ആണെങ്കിലും ഈ ഒരു മൃഗങ്ങളെല്ലാം പിടിക്കാൻ വെച്ചിരിക്കുന്ന കെണിയുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തേക്കാണ്. കാരണം ഇനിയിപ്പോൾ അവന്റെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. കെണിയിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കെണി മൂടി അതിനെ വലിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവരും. ആ ഒരു രീതിയിൽ ഹീറോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇതുപോലെ ആ ഒരു ഹാളിൽ കിടക്കാണ്. അപ്പോഴാണ് ഇവരുടെ വീടിന്റെ ആ ഒരു ഡോർ ഉണ്ടല്ലോ അതിപ്പോ പതിയെ അതിന് വെളിയിൽ എന്തോ ഒരു കാര്യം വന്ന് പെട്ടെന്ന് തുറക്കുന്നു. ആ നിമിഷം തന്നെ അത് അടയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ വീടിന്റെ ആ ഒരു ഫ്ലോറിൽ തടിയും ഇളകിയിരിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ അവിടെ വന്നിട്ട് ആ ഒരു തടിയെല്ലാം നോക്കി, അതേപോലെ തന്നെ വീടിനടിയിലുള്ള ഇവർ കൃഷി ചെയ്തേക്കുന്ന ആ ഒരു മണ്ണുണ്ടല്ലോ കേടാവാൻ തുടങ്ങി. കാരണം വർഷങ്ങളായിട്ട് ഒരേ മണ്ണിൽ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തെ പറ്റി ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇത്രയും വർഷമായിട്ട് നമ്മൾ ഒരേ മണ്ണിൽ തന്നെ കൃഷി ചെയ്താൽ പിന്നെ ഇങ്ങനെ തന്നെ സംഭവിക്കും. അതുപോലെ ഇപ്പോൾ നമ്മളൊരു പെട്ടിക്കകത്ത് ജീവിക്കുന്ന പോലെയല്ലേ. ശരി, നീ എന്തായാലും കുട്ടികളെ വിളിക്കും, ഞാൻ ഒരു കാര്യം കാണിച്ചിട്ടാന്ന് പറഞ്ഞ് ഇവരെ നേരെ ഹീറോയുടെ ആ ഒരു കാർ എടുക്കുന്ന ഷെഡിലേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ കാറ് ഇപ്പോൾ റെഡിയാക്കിയേക്കാണ്. എന്നിട്ട് അത് ഓണാക്കി കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത് ഓണാക്കാനും ഓഫാക്കാനും മാത്രമുള്ള പെട്രോളേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നോവ വെട്ടുന്നു. പക്ഷെ ഇതുകൊണ്ട് ഒരു ഗുണമില്ലല്ലോ, ഇത് വെറുതെ ചെയ്തല്ലേ. എന്ത്, നീ എന്തായി പറഞ്ഞേ? അതെ, നമുക്ക് ഈ ഒരു കാറ് കൊണ്ട് ഒരു ഉപയോഗമില്ല, അച്ഛന്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കാണെന്നും പറഞ്ഞ് അവൻ ഈ ഒരു വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട്, ഓ അപ്പൊ ഇത്രയും വർഷം നമ്മളെല്ലാവരും ജീവിച്ചിരിക്കാൻ കാരണം ആരാണെന്നറിയോ? അത് ഞാനാണ്. ഞാൻ ഇതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പോരാടുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവനോടെ ഉള്ളത് എന്ന് പറഞ്ഞ് ഹീറോ കുറച്ച് റൂഡായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, ഓക്കെ, നിങ്ങൾ സംസാരിച്ചു തീർന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ അന്നത്തെ രാത്രിയും ഇതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇവർ ആ ഒരു ജനാലയെല്ലാം കർട്ടൻ വെച്ച് മൂടുന്നു. ബാക്കിയുള്ള ജനാലകളും ഓരോരുത്തരായിട്ട് വന്ന് മൂടുന്നതും. ഇപ്പൊ എല്ലാവരും സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വീടിന് വീടിയിൽ ആ ഒരു ജീവി ഉണ്ടല്ലോ അത് ഈ ഡോറിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട ഹീറോ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഓക്കെ എല്ലാവരും പോയി ഒളിക്കാൻ പറയുമ്പോൾ എവയാണെങ്കിലോ ഈ ഒരു വീടിനടിയിൽ മണ്ണിനടിയിലേക്ക് പോയി ഒളിച്ചിരിക്കും. ആ ഒരു ഫ്ലോറിനടി ഉണ്ടല്ലോ അവിടേക്ക്. നോവയാണെങ്കിലോ ഈ വീടിന്റെ മുകളിലേക്ക് കയറിയിരിക്കും, അത് ആ ഒരു ഡോറിന്റെ മുകളിലേക്ക്. നമ്മുടെ ഹീറോയും ഓരോ വശങ്ങളിലായിട്ട് പോയി ഒളിച്ചിരിക്കുന്നതും. ഇപ്പൊ പതിയെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ആ ഒരു ഡോറ് തുറക്കാണ്. എന്നിട്ട് അകത്തേക്ക് വരുന്നതോ ഇവർ ഇത്രയും കാലം കാണാത്ത ഒരു വിചിത്രമായിട്ടുള്ള ജീവി. അത് പതിയെ ഉള്ളിലേക്ക് വരുന്നതും നമ്മുടെ നോവ മുകളിൽ ഇരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കാണല്ലോ. അവന് വേണമെങ്കിൽ രക്ഷപ്പെട്ട് പോവാം. അതുപോലെ അവൻ നിൽക്കുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിനും എല്ലാവരും പേടിച്ച് നിൽക്കുന്നതും. ഈ ജീവി അകത്തേക്ക് വന്നിട്ട് അതിന്റെ ശരീരത്തിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വെള്ളം താഴേക്ക് വീഴുമ്പോൾ പലയിടങ്ങളിലും ഇവർ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതെല്ലാം പെട്ടെന്ന് ഐസ് പോലെയൊക്കെ മാറുന്നു. വേറെ എന്തൊരു വെള്ള നിറത്തില് കട്ടിയായിട്ട് മാറുന്നുണ്ട്. ഇനി ഐസായിട്ട് തന്നെയാണോ മാറുന്നതെന്ന് അറിയത്തില്ല. അതുമല്ല നമ്മുടെ ഹീറോയിൻ
അവൾ പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് പോകുന്നതും ഈ ഒരു ജീവി അവളെ കണ്ടില്ല ആ ഒരു ശബ്ദം കേട്ടിട്ട് അവളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ഹീറോയും മറ്റൊരിടത്തേക്ക് ഒന്ന് ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ ചുറ്റിനും നോക്കുമ്പോൾ ഹീറോയും പതിയെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, തോക്ക് എവിടെയെന്ന് ചോദിക്കും. അവൻ പറയും മുകളിലാണെന്ന്. അപ്പോൾ അവൾ പറയും ശരി ഞാൻ പോയി എടുക്കാന്ന് പറയുമ്പോൾ ഈ ജീവിയാണെങ്കിലോ ഈ വീടിനകത്ത് ഇവർ ചെയ്തേക്കുന്ന കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ വീടിന് ചുറ്റും ഇങ്ങനെ നോക്കാണ്, ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ നമ്മുടെ യമ കിടക്കുന്നതിന്റെ മുകളിലേക്ക് അത് വന്ന് നിൽക്കുന്നതും അതിന്റെ ദേഹത്ത് നിന്നുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് യമയുടെ മുഖത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. പക്ഷെ അവൾക്ക് വേറെ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ആ ഒരു ജീവി അത് ഇവർ ചെയ്തേക്കുന്ന ആ ഒരു ചോളം ഉണ്ടല്ലോ അതിന് മുന്നിലേക്ക് വന്ന് നിന്നിട്ട് അതിന്റെ ദേഹത്ത് നിന്ന് വീഴുന്ന ആ ഒരു വെള്ളം അത് പതിയെ ഈ ഒരു മണ്ണിലൂടെ ഒലിച്ച് കാരണം ആ ഒരു ചെടികളെല്ലാം ഇത് നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നിൽക്കുന്നത് പെട്ടെന്ന് വെളിയിലെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഈ ജീവിയാണെങ്കിലോ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ഇത് കണ്ട നോവ ഡോർ തുറന്നു നിൽക്കാണല്ലോ, അതുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങാന്നും പറഞ്ഞിട്ട് ചാടി ഇറങ്ങി ഓടി വരുന്നതും നമ്മുടെ ഹീറോ ഓടി വന്ന് അവനെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഡോറിനടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഡോർ അങ്ങാടയുമ്പോൾ അവൻ പറയും അച്ഛൻ എന്നെ പിടിക്കരുത് പ്ലീസ് വിടെന്നും പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വെളിയിൽ പോയേനെ, ഞാൻ രക്ഷപ്പെട്ട് പോയേനെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ യമ അവളുടെ മുഖത്ത് വീണ ആ ഒരു വെള്ളം നക്കി നോക്കിയിട്ട് പറയുന്നത് ഹേയ് ഇത് കടൽ വെള്ളമാണ്, അതെ ഇത് കടൽ വെള്ളമാണെന്ന് പറയുന്നതും പെട്ടെന്ന് വെളിയിൽ ആ ഒരു മഴയും നിൽക്കുന്നുണ്ട്. അപ്പോൾ നോ പറയുന്നേ ഇത് നോക്ക് മഴ നിന്നു എന്ന് പറയുന്നതും ഇവരെല്ലാവരും അടുത്തേക്ക് വന്ന് ആ ഒരു ഡോർ തുറക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് ഡോർ തുറക്കുമ്പോൾ ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ജീവികൾ വരുമ്പോഴത്തേക്കാണ് അത് മഴ കൊണ്ടുവരുന്നത്, അതില്ലാത്തപ്പോൾ മഴ ഉണ്ടാവത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യമ ഈ പഴയ കുറെ കഥകളൊക്കെ ഉണ്ട്. അതിൽ ഈ ഒരു കടലിലെ മത്സ്യകന്യക അതേപോലെ തന്നെ കടലിലെ നീരാളി മനുഷ്യൻ ആ കഥയിലും ഇവർക്ക് അതുപോലെ മഴയെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പൊ ആ ഒരു കഥയെല്ലാം വായിച്ചിട്ട് യമ ഇപ്പോൾ അവളുടെ അച്ഛനോട് ചോദിക്കും അല്ലച്ചാ ചിലപ്പോൾ ഈ ഒരു കഥയിലെ കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിലോ, കാരണം പകുതി കടലിൽ മാത്രമേ മനുഷ്യൻ ഇതുവരെയും നല്ലതുപോലെ പരിശോധിച്ചിട്ടുള്ളൂ. ഇനിയും നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കടലിനുള്ളിലുണ്ട്. അവരായിരിക്കും ചിലപ്പോൾ ഈ മഴ കൺട്രോൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ആകാശത്ത് നിന്നല്ലാതെ ഈ കടലിൽ നിന്നും അവരിവിടേക്ക് വന്ന് അത് അവരുടെ ലോകമാണെങ്കിലോ. അപ്പോൾ ഹീറോ പറയും ശരി നീ ഈ ഒരു കഥകളിൽ നിന്നും കുറച്ച് മാറിയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറയും. ഇതേസമയം കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവിടെയുള്ള ചെടിയും ഇവർ വളർത്തിയിരുന്ന പച്ചക്കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം നശിച്ചുപോയി. ഈ കടൽ വെള്ളം ഉപ്പുവെള്ളം ഇതിനകത്തേക്ക് വീണതുകൊണ്ടാണ് ഇതെല്ലാം നശിച്ചുപോയത്. അതുപോലെ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനും അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഹീറോ പറയും ശരി ഇനി എന്തായാലും മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടാർപ്പ് വെച്ച് ആ ഒരു വെള്ളം പിടിച്ച് ഒന്നേന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയും പറയും ഇല്ല എല്ലാം അവസാനിച്ചു, ഇനിയിപ്പോൾ മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഹീറോ പറയും നീ ഒന്ന് അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ച് ഭയങ്കരമായിട്ട് വഴക്കിടുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കും വെളിയിലെ ഒരു കെണിയിൽ എന്തോ ഒരു ചെറിയ ജീവി വീണിട്ടുണ്ട്. അപ്പൊ അത് ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ യമയുണ്ടല്ലോ, അവള് വന്നിട്ട് അതിനെ എടുത്ത് അതിനെ കൊല്ലാതെ അവൾ അതിനെ പിടിച്ച് കയ്യിൽ വെച്ച് തലോടിക്കൊണ്ടിരിക്കും. പക്ഷെ അതാണെങ്കിലോ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് ഒരു ഒറ്റക്കടി. ഈ ശബ്ദം കേട്ട് ഇവർ രണ്ടുപേരും ഓടി അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ ജീവിയെ പിടിച്ചിട്ട് നമ്മുടെ ഹീറോ അപ്പം തന്നെ അതിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നുണ്ട്. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട് രാത്രി കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ യമയ്ക്ക് നല്ലതുപോലെ ആ ഒരു ജീവി കടിച്ചതുകൊണ്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അവള് വയ്യാണ്ട് കിടക്കുകയാണ്. ഇപ്പൊ എന്തായാലും ഇവളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മരുന്ന് വേണം, അതും ആന്റിബയോട്ടിക്. അപ്പോൾ നമ്മുടെ നോവയാണെങ്കിലും ഇവരുടെ കയ്യിലുള്ള അവസാന വെള്ളം ഉണ്ടല്ലോ അതുവരെ നമ്മുടെ യമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും, തന്റെ മകളെ രക്ഷിക്കണം, കുടുംബത്തെ രക്ഷിക്കണം. ഇതുവരെ മഴയും പെയ്തിട്ടില്ല. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് ആകെ ഫ്രസ്ട്രേഷൻ ആയിട്ട് ഹീറോ നേരെ അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാറുണ്ടല്ലോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കാറിലേക്ക് കയറി കാർ ഭയങ്കരമായിട്ടിട്ട് ഓടിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കാർ ഓടിച്ച് അവിടെ എല്ലായിട്ട് ഇടിയാണ്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും നോവയും ഈ ശബ്ദം കേട്ട് നേരെ താഴേക്ക് വന്ന് അവസാനം ഹീറോ കാർ കൊണ്ടുവന്നൊരു ഒറ്റയടി അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഹീറോയിൻ അവിടേക്ക് വന്ന് ഹീറോയെ എഴുന്നേൽപ്പിച്ചിട്ട് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ അത് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് അവിടെയുള്ള കമ്പിയെല്ലാം എടുത്തിട്ട് വന്ന് എനിക്ക് വെളിയിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് അവിടെയുള്ള ഫ്ലോറ് ഓരോന്നായിട്ട് ഇടിച്ചിടിച്ച് നോക്കാണ്. അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അവസാനം അവൻ ഒരു ഭാഗം ഇടിച്ച് പൊളിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രെയിനേജ് പൈപ്പ് ഉണ്ടല്ലോ അതും വലിയ പൈപ്പ്, അത് ഇവരുടെ ഈ ഒരു ഏരിയ മുഴുവനായിട്ടും കവർ ആവുന്ന രീതിയിലാണ് ആ ഒരു പൈപ്പ് ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പൊ ഇതുവഴി ഇവർക്ക് അടുത്തുള്ള ഓരോ വീടുകളിലേക്ക് പോകാൻ കഴിയും. അപ്പൊ അതിലേക്ക് ഹീറോയ്ക്ക് ഇറങ്ങാനായിട്ട് കഴിയത്തില്ല, കാരണം അത് ഇത്തിരി ചെറുതാണ്. അപ്പോൾ ഹീറോയും പറയും ശരി ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞ് അവൾ ഇപ്പോൾ അവിടേക്ക് പോയായിട്ട് തയ്യാറാവാണ്. കാരണം വേറെ ഒന്നല്ല, ഇവരുടെ അടുത്തായിട്ട് തന്നെ ഒരു വീട്ടിലെ ഡോക്ടറുണ്ട്. അപ്പൊ അയാളുടെ വീട്ടിൽ എന്തായാലും മരുന്നുകളുണ്ടാവും, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയും പോകാൻ പോകുന്നത്. അങ്ങനെ അവൾ റെഡിയായിട്ട് ഈ വയർലെസ് ഫോണൊക്കെ ഉണ്ടല്ലോ അതെല്ലാം റെഡിയാക്കി വെച്ച് ഇപ്പോൾ ഹീറോയിൻ ആ ഒരു പൈപ്പിലേക്ക് ഇറങ്ങും. അങ്ങനെ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും കയറ് വെച്ച് വലിച്ചാണ് ഹീറോയിനെ താഴേക്ക് ഇറക്കുന്നത്. അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് അവൾ നടന്ന് ആ പൈപ്പിനുള്ളിലൂടെ പോവാണ്. അതുപോലെ ഹീറോയിന്റെ കയ്യിലാണെങ്കിൽ ക്യാമറ ഇരിപ്പുണ്ട്, അതിലൂടെ അവൾ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് കാണാൻ കഴിയും. അങ്ങനെ നടന്ന് കുറേ ദൂരം ചെന്നിട്ട് അവസാനം വലിയൊരു ചുമരാണ് കാണുന്നത്. കാരണം അടുത്തുള്ള ആ ഒരു വീട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുമര് തകർക്കണം.
അതുപോലെ സമയം കഴിഞ്ഞു പോവാണ്, എത്രയും പെട്ടെന്ന് മരുന്ന് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഹീറോയിൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ ഹീറോ പറയും, റെയിലി നീ തിരിച്ചു വരാൻ പറയും. പക്ഷെ ഹീറോയിൻ വരത്തില്ല. അവൾ തള്ളി നോക്കുമ്പോൾ അവിടെ ഒരു കട്ട താഴേക്ക് വീഴുന്നുണ്ട്. കാരണം അത് ഇളകിയിരിക്കുകയാണ്. അതുവഴി ഹീറോയിൻ ഉള്ളിലേക്ക് പോകുന്നതും ഇപ്പോൾ ഇവർക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല. ഹീറോ ആകെ പേടിച്ചുപോയി. ഇപ്പോൾ ഹീറോയും അതിനുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ നോവ നോക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഹീറോയിൻ ഇവരെ കൈ കാണിച്ച് വിളിക്കുന്നു. എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ അടുത്ത വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഹീറോയിൻ അകത്തേക്ക് വന്നിട്ട് ആ ഒരു മുറിയെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ മരിച്ചിടക്കുന്ന ആളുകളുണ്ട്. അവരുടെ ദേഹത്ത് നിന്നും അവരുടെ വായിനുള്ളിലെല്ലാം മണ്ണെല്ലാം കയറിയിട്ട് ഇപ്പോൾ ഞണ്ടെല്ലാം വെളിയിലേക്ക് വരുന്നു. കാരണം ഈ ഒരു വീട് മുഴുവനായിട്ടും ഒരുപാട് വർഷമായിട്ട് കടൽ വെള്ളത്തിലെ മുങ്ങിക്കിടന്നതുപോലെയാണ് ഹീറോയിൻ ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ ഹീറോയിൻ മരുന്നെടുക്കാൻ വേണ്ടി ആ ഒരു മരുന്ന് നോക്കാനായിട്ട് വരുമ്പോൾ ഹീറോ പറയും, റെയിലി മഴ വരുന്നുണ്ട്, നീ പെട്ടെന്ന് തിരിച്ചു വരാൻ പറയും. കാരണം ആ ഒരു ജീവികൾ വരാനുള്ള സമയമായി. മഴ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവികൾ ഇവിടേക്ക് വരണം. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല മരുന്നെടുക്കാതെ ഞാൻ എന്തായാലും തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞു. അവൾ അവസാനം ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ മരുന്നെല്ലാം കണ്ടുപിടിച്ച ആ ഒരു സന്തോഷത്തിൽ ഓടി ഈ ജനാലയുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് ഞാൻ മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാണ്. മണ്ടി എന്ന് പറഞ്ഞാല് കാരണം വേറെ ഒന്നല്ല, ഇവിടെ ആ ഒരു ജീവികൾ വന്നു. വെളിയിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. ഹീറോയും നോവയും പറയുന്നുണ്ട് അമ്മ പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട്. അവൾ ആ ഒരു ജനാലയിൽ ഇതും കാണിച്ചുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് പിറകില് ആ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജീവികൾ പിന്നെയും വന്നു. ഇപ്പൊ ഹീറോയും പതിയെ ശബ്ദം ഉണ്ടാകാതെ താഴേക്ക് പോവാണ്. ഇതാണെങ്കിൽ എല്ലായിടത്തും ഹീറോയിൻ അന്വേഷിച്ച് നടക്കുന്നു. ഹീറോയിൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അവൾ വന്ന ആ ഒരു വഴി മുഴുവനായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് വരുമ്പോഴത്തേക്കും കടൽ വെള്ളവും കൂടെ വരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലം മുഴുവൻ വെള്ളം നിറയുന്നതും ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ടണൽ വഴി അതുവഴി തന്നെ തിരിച്ചു വരികയാണ് ഇവരുടെ വീട്ടിലേക്ക്. അതുമല്ല ഹീറോയിൻ ഇപ്പോൾ അതിലേ പോകുന്നതും ആ ഒരു ജീവിയും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതും പതി അവളുടെ പിറകെ തന്നെ നീന്തി വരികയാണ്. ഹീറോയിൻ ആണെങ്കിലും ഇവരുടെ വീട്ടിലേക്ക് കയറാനുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, ആ ഒരു ഹോള് അതിനടുത്തേക്ക് വന്നിട്ട് ഇവരോട് വിളിച്ചു പറയുന്നുണ്ട്, പെട്ടെന്ന് കയറിടുന്ന് പറയുമ്പോൾ ഇവർ കയറ് വിട്ടു കൊടുക്കുന്നു. ആ ഒരു ജീവി ഹീറോയിനെ പിടിക്കാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ അവളെ വലിച്ച് മുകളിലേക്ക് കയറ്റി ഹീറോയിൻ രക്ഷപ്പെട്ടു. അപ്പൊ അതും പുറകെ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഇവരിറങ്ങിപ്പോയ ആ ഒരു വഴിയുണ്ടല്ലോ, അവിടെയുള്ള ആ ഒരു ഭിത്തി അത് പൊളിച്ചിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതും ഈ ജീവിക്ക് ഇപ്പൊ അത് പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ എന്തായാലും ഇവരെല്ലാവരും രക്ഷപ്പെട്ടു. അതുപോലെ മരുന്ന് കിട്ടിയതുകൊണ്ട് നേരെ ആ ഒരു മരുന്ന് കൊണ്ടുവന്ന് നമ്മുടെ യമയ്ക്കും കൊടുക്കുന്നു. ഇപ്പൊ ഇവർക്ക് കുറച്ച് സമാധാനമായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജീവി ഈ വീടിനകത്ത് ആളുണ്ടെന്നുള്ള കാര്യം ഇതിന് മനസ്സിലായി. പക്ഷെ ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് ഒരിക്കലും അതിനറിയത്തില്ല. അതുകൊണ്ട് അതെല്ലാം ഇവിടേക്ക് വരാൻ പോവാണ്. നമ്മൾ പ്രിപ്പയർ ആവണം. നിങ്ങൾ മൂന്നുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഹീറോ പറയുമ്പോഴത്തേക്ക് ഹീറോയും പറയും, ഇല്ല നമ്മളെല്ലാവരും ഇതിനെ ഒരുമിച്ച് നേരിടും. അതിനുവേണ്ടി ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇപ്പോൾ നോവയും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്താണ് ഇവർ ആ ഒരു ജീവിയെ കൊല്ലാൻ വേണ്ടി കെണി വെക്കാൻ പോവാണ്. നല്ല രീതിയിൽ കെണിയെല്ലാം വെച്ചിട്ട് അതിനെ കൊല്ലണം. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഈ വീടിന്റെ പല ഭാഗങ്ങളിൽ കെണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ യമയ്ക്കും ശരിയായിട്ട് അവൾ മരുന്ന് കഴിച്ചതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ അവളും താഴേക്ക് ഇറങ്ങി വന്ന് ഇവരെ സഹായിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഈ ഒരു കെണിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇപ്പൊ ആ ഒരു ജീവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചുഴലിക്കാറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു കാര്യം വലുതായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു ചിമ്മിനി ഉണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് എന്തോ ഒരു ശബ്ദം കേട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചിമ്മിനിയുടെ മുകളിൽ നിന്നും വെള്ളം ഇരച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. അതേപോലെ തന്നെ ഹീറോയെ അടിച്ചങ്ങ് തെറിപ്പിക്കുന്നതും ഇപ്പോൾ വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പൈപ്പിൽ സിങ്ക് ഇതിൽ നിന്നെല്ലാം വെള്ളം മുകളിലേക്ക് വീണിട്ട് ഈ ഒരു വീട് മുഴുവനായിട്ട് നിറയാണ്. അതും ഇപ്പോൾ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും വീടിന് വെളിയിൽ അങ്ങനെ വെള്ളമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ വീടിനുള്ളിലേക്ക് പലയിടങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ട് വെള്ളം കയറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ജീവി വെള്ളത്തിലേക്ക് വരാൻ പോവാണ്. ഇപ്പോൾ ഈ വെള്ളം വന്ന് നിറഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും അടിച്ച് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ നോവ, ഹീറോയിൻ, യമ ഇവരും ഒന്നും ഒരുമിച്ചാവും. പക്ഷെ ഹീറോയെ കാണുന്നില്ല. ഇതേ സമയം ഹീറോയിൻ വെള്ളത്തിനടിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ജീവി ഇപ്പോൾ വെള്ളത്തിനടിയിലുണ്ട്. അതുമല്ല നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ഹീറോയിന്റെ നേർക്ക് വരുന്നതും ഹീറോയും പെട്ടെന്ന് ആ ഒരു ചോളം ഉണ്ടല്ലോ അതിനിടയിലേക്ക് കയറി നിൽക്കും. അപ്പൊ ഇവരെ രണ്ടുപേരും നോവയും യമയും മുകളിൽ നിന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്കാണ് അതിപ്പോൾ വരുന്നതെന്ന് പറയുന്നതും നമ്മുടെ ഹീറോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ആയുധം കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം വെള്ളത്തിനിടയിലേക്ക് ഷൂട്ട് ചെയ്ത് വേണം അതിനെ കൊല്ലാൻ വേണ്ടി. പക്ഷെ അത് കഴിയുന്നില്ല. അപ്പോൾ ഹീറോയിനോട് പറയും, റെയിലി എന്നെ കൊണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് നീ എന്തായാലും തീയിടാൻ പറയുന്നതും അവള് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കുപ്പിയിൽ ഈ പെട്രോൾ നിറച്ചു വെച്ചിട്ടുണ്ട്. അത് കത്തിച്ച് ഇതിൻ്റെ അടുത്തേക്ക് എറിയാൻ പറയുന്നതും ഇപ്പോൾ നമ്മുടെ നോവയും യമയും നോക്കുമ്പോൾ ആ ജീവി നേരെ ഹീറോയിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ ഹീറോയിൻ അത് കത്തിച്ചിട്ട് ഈ ഒരു ജീവി അങ്ങനെ ചാടി വരുന്നതും ഒരു ഒറ്റയേറ് അതിന്റെ ദേഹം നല്ലതുപോലെ കത്തി പിടിക്കുന്നുണ്ട്. ഇപ്പൊ അത് പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിട്ട് അങ്ങനെ പൊങ്ങി വന്ന് നമ്മുടെ ഹീറോയിനെ അതിന്റെ കൈകൾ കൊണ്ട് അങ്ങനെ പിടിച്ച് വലിച്ചെടുത്ത് എറിയാണ്. പക്ഷെ ഹീറോയിന് കുഴപ്പമില്ല, അവള് വെള്ളത്തിൽ വീഴുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നതും ഇതിന്റെ ദേഹം തീ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഹീറോയ്ക്ക് നല്ലതുപോലെ അറിയാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഹീറോ ആ ഒരു അമ്പെടുത്ത് വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. പക്ഷെ അതാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഹീറോയെ വന്ന് അങ്ങനെ പിടിച്ച്
ഹീറോയെ എടുത്തൊരു ഒറ്റയേറ് അപ്പോൾ വെള്ളത്തിലേക്ക് വീഴുന്നതും ഈ ജീവി മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയെ പൊക്കിയെടുക്കാൻ വേണ്ടി നേരെ നീന്തി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയെ പൊക്കിയെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവർ നാലൊരിപ്പോൾ ആ ഒരു സ്റ്റെപ്പിനടുത്തിരിക്കുകയാണ്. അതുപോലെ വെള്ളം ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഹീറോ ഉണ്ടാക്കിയ ആ ഒരു ആയുധവും എവിടെയാണെന്ന് അറിയത്തില്ല. അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ വെള്ളത്തിൽ എവിടെ പോയെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ, മുകളിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നോവ പറയുന്നത്, ശരി ഞാനത് എടുത്തിട്ട് വരാം, നിങ്ങൾ മുകളിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഇവരെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് നോവ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അങ്ങനെ ചാടി അവൻ നേരെ നീന്തി അത് കണ്ടുപിടിക്കാനായിട്ട് നേരെ താഴേക്ക് വന്ന ആ ഒരു അമ്പും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതും എടുത്ത് മുകളിലേക്ക്, ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, ആ ഫ്ലോറും പൊളിച്ചിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം അവ മുകളിലേക്ക് വരുന്നതും ഇവരെല്ലാവരും നമ്മുടെ നോവയെ വലിച്ചങ്ങ് മുകളിലേക്ക് എടുക്കും. ഇപ്പൊ ആ ഒരു ജീവിയും പിറകെ വന്നിട്ട് അതിന്റെ കൈകളുമുണ്ട്. കണ്ടിട്ട് എനിക്ക് നീരാളിയെ പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നീരാളി മനുഷ്യനോ അങ്ങനെ എന്തെങ്കിലും ജീവികളായിരിക്കാം. അത് വന്നിട്ട് വീണ്ടും ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹീറോ വലിയ കമ്പിയെല്ലാം എടുത്തിട്ട് അതിനെ കൊത്തി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ മുകളിലേക്ക് വരികയാണ്. വീണ്ടും മുകളിലേക്ക് കയറുന്നു. അങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ചെറിയൊരു ജനാലുണ്ടല്ലോ, അത് പൊളിച്ചിട്ട് ഇവർ വെളിയിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയും പതിയെ മുകളിലേക്ക് വന്ന് ആ ഒരു അമ്പുണ്ടല്ലോ അത് ലോഡ് ചെയ്യാണ്. ഇവർക്കാണെങ്കിൽ ഈ ഒരു ജനാലയം തള്ളിയിട്ട് എത്രയും തുറക്കുന്നതുമില്ല. അപ്പൊ എന്തായാലും മനസ്സിലായി ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ലാന്ന്. അതുപോലെ ഇപ്പോൾ ഇതിന് മുകളിലേക്കും വെള്ളം കയറി വരികയാണ്. അപ്പോൾ ഹീറോ ആ ഒരു ആയുധം അതങ്ങനെ ലോഡ് ചെയ്തിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഹീറോയെ നോക്കുമ്പോഴത്തേക്കും തുണി കാണാനില്ല. ആ ഒരു തുണി കിട്ടിയാൽ മാത്രമേ ഇവർക്കത് അതിന്റെ നേരെ പ്രയോഗിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഹീറോയും വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ശ്വാസം എടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളം ആ ഒരു മുറി മുഴുവനായിട്ട് നിറഞ്ഞ് ഇവരെല്ലാവരും വെള്ളത്തിനടിയിൽ നിൽക്കാണ്. അതുമല്ല ആ ഒരു ജീവിയാണെങ്കിലോ അതൊരു നീരാളി രാക്ഷസൻ. അത് എല്ലായിടത്തും ഇവരെ അന്വേഷിച്ച അവസാനം ഇവരുള്ള ആ ഒരു ഭാഗം മുകളിലേക്ക് വരും. അപ്പൊ ഇവരാണെങ്കിലും അവസാനം ആ ഒരു തുണി കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ തുണി എടുത്ത് ആ ഒരു അമ്പുണ്ടല്ലോ അതിന്റെ അറ്റത്ത് നല്ലതുപോലെ ടൈറ്റായി കെട്ടി ആ ഒരു നീരാളി അത് മുന്നിലേക്ക് വരുന്നതും ഇപ്പൊ ഹീറോയും വേറൊരു കയറിലേക്ക് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കാണ് ഇവർ ആ ഒരു കാറ് സ്റ്റാർട്ട് ആവുന്ന രീതിയിലാണ് വെച്ചത്. അതിന്റെ ഒരു വീലിലാണെങ്കിലും ഈ ഒരു കയറ് ഭയങ്കരമായിട്ട് ചുറ്റും. കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ ഇതിന്റെ ദേഹത്തേക്ക് അമ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതും ഇപ്പൊ അതിനെ വലിച്ചെടുത്ത ആ ഒരു കാറിന്റെ ടയർ ഉണ്ടല്ലോ അത് കിടന്ന് കറങ്ങിയിട്ട് അതിലേക്ക് ഈ ജീവിയെ വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് അത് നേരെ അടുത്തുള്ളൊരു ഡോറിനടുത്തേക്ക് വന്നിട്ട് അവിടെ ടൈറ്റായിട്ട് നിൽക്കും. അതുപോലെ അതിന്റെ ദേഹം മുഴുവൻ ആ കയറുകൊണ്ട് വലിഞ്ഞു മുറിയിരിക്കുകയാണ്. അതിന് അനങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോൾ മുകളിലത്തെ വെള്ളമെല്ലാം വീണിട്ട് ഇവരെല്ലാവരും നേരെ താഴേക്ക് വീഴുന്നു വെള്ളത്തിനോടൊപ്പം. ഇപ്പൊ താഴെ വന്ന് നോക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിൽക്കുന്ന കാണുന്നതും ഹീറോ പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് അതിന്റെ അടുത്തേക്ക് വന്ന് അതിനോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് കഥക് തുറന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണ് കുത്തിയെടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ വെളിയിലേക്ക് വിടാൻ പറയുന്നതും ഈ വീടാണെങ്കിലോ ഇതിനെ ആ ഒരു കാറ് കയറിലിട്ട് വലിക്കുന്നത് കാരണം ഈ വീടും പൊളിഞ്ഞു വീഴാറായി. ഹീറോ അപ്പോഴും അതിന്റെ കണ്ണിനടുത്തേക്ക് കത്തി വെച്ചിട്ട് വെളിയിൽ വിടാൻ പറയുമ്പോൾ ഇപ്പോഴാണ് നമ്മുടെ യമ പറയുന്നത്, അച്ഛാ അതിനെ കൊല്ലരുത്, അതിനെ കൊന്നു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും വെളിയിലിറങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഹീറോ ഇപ്പോ അതിനെ ഒന്നും ചെയ്യുന്നില്ല. പകരം ഹീറോ എന്താ ചെയ്യുന്നറിയോ, അതിന്റെ ദേഹത്തുള്ള ആ ഒരു കയറ് അത് കട്ട് ചെയ്തങ്ങ് വിടും. എന്നിട്ട് ആ ഒരു കത്തിയെടുത്ത് വെള്ളത്തിലേക്ക് കളയും. ഇപ്പൊ അതിനെയൊന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്നതും അതെന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഡോറ് അതങ്ങ് തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഏമ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് പോകുമ്പോൾ ഹീറോ അതിനെ നോക്കിയിരിക്കുന്നതും അത് തല കൊണ്ട് കാണിക്കുന്നുണ്ട് വെളിയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഹീറോ നോവ ഇവര് രണ്ടുപേരും കൂടി വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇവര് നാലുപേരും വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആ ജീവികളുണ്ടല്ലോ അതെല്ലാം ഇവരെ നാലുപേരെ ചുറ്റി വളയാണ്. എന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോൾ ഈ വീടിനകത്തുള്ള ആ ഒരു ജീവി ഉണ്ടല്ലോ അത് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും. വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണ് ബാക്കിയുള്ള ജീവികളോട് ഇവരെ ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കാരണം അതിന്റെ ജീവൻ ഇപ്പൊ ഇവര് രക്ഷിച്ചല്ലോ, അതുകൊണ്ട് ഇവരെയൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അത് നാലെണ്ണമൊന്നല്ല 5-6 ഉണ്ട്. ഇപ്പൊ അതിനെല്ലാം കൂട്ടിയിട്ട് ഈ ജീവികൾ അവിടെ നിന്ന് പോകുന്നതും കാണിക്കുമ്പോഴത്തേക്ക് ഇവരുടെ വീടുണ്ടല്ലോ ആ വീട് പൂർണ്ണമായിട്ട് തകർന്ന് ഇപ്പോൾ മണ്ണിനടിയിലേക്ക് പോവാണ്. ഇവർ ഇത്രയും നാളും ഇവിടെ ജീവിച്ചു തന്നെ വലിയ കാര്യം. ഇപ്പോഴവിടെ നിന്നിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് എല്ലാവരും മരിച്ചു പോയാനെ. അപ്പൊ ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്ന അവസാന കുടുംബവും അവസാന വീടും ഇവരുടേതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ യമ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുമ്പോഴത്തേക്ക് ഹീറോയിൻ അവളുടെ പിറകെ തന്നെ ഓടുന്നുണ്ട്. ഹേ യമ, നീ എങ്ങോട്ടാ ഓടുന്നെന്ന് ചോദിച്ചിട്ട് അവളുടെ പിറകെ വരുന്നതും അവൾ ഓടി ഒരു കാറിന്റെ മുകളിലേക്ക് വന്ന് നിൽക്കും. അപ്പൊ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് അതിന് മുകളിലേക്ക് കയറി എല്ലാവരും അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്താന്നല്ലേ ഈ മനുഷ്യരെ താമസിച്ചിരുന്ന വലിയ വീടുകള് കെട്ടിടങ്ങള് ഈ ഭാഗത്തെല്ലാം കടലിൽ കയറിയിട്ട് അവിടെ മൊത്തം വെള്ളമായി. അതുപോലെ നമ്മുടെ ഹീറോയുടെ ബോട്ട്, അതേപോലെ തന്നെ അവന്റെ വണ്ടിയില് ഈ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഇപ്പോഴും തന്നെയുണ്ട്. അപ്പൊ അതെല്ലാം എടുത്തിട്ട് ഇവര് നാലുപേരും അവരുടെ ആ ഒരു ബോട്ട് എടുത്ത് നേരെ കടലിലേക്ക് ഇറങ്ങാണ്. കടലെല്ലാം മുമ്പ് കരയായിട്ടിരുന്ന സ്ഥലമാണ്, പക്ഷെ ഇപ്പോ അവിടെ കടൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ അതിലൂടെ ഇവരെല്ലാവരും ആ ഒരു ബോട്ടിൽ പോകുന്നതും ഇപ്പൊ എന്തായാലും ഇവർക്ക് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കടലിൽ നിന്ന് മീൻ പിടിച്ച് ഇവർക്ക് അത് കഴിച്ചിട്ട് എന്തായാലും ജീവിക്കാൻ കഴിയും.
അതുമല്ല പുതിയൊരു വീടും പുതിയൊരു സ്ഥലവും അന്വേഷിച്ചാണ് ഇവർ പോകുന്നത്. ഇപ്പൊ അങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ രക്ഷപ്പെട്ട ചിലരുമായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അത് റേഡിയോയില്. അപ്പോൾ രക്ഷപ്പെട്ട ചില മനുഷ്യരും ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവരുടെ യാത്ര ഒന്നേന്ന് പറഞ്ഞ് ഡേ 1 എന്ന് പറഞ്ഞ് തുടങ്ങുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ജീവികള് അതെന്തുകൊണ്ടാണ് ഇവരെ എല്ലാവരും വീടിനകത്ത് അടച്ചിട്ടത്, അല്ലെങ്കിൽ ഒരു മനുഷ്യര് പോലും ഭൂമിയിലുണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച് ആ ജീവികളെ എല്ലാവരെയും കൊല്ലുമായിരുന്നു. അതിന് കാരണം ഈ 2 ജീവികളും തമ്മിലുള്ള പേടിയാണ്. ഇപ്പൊ മനുഷ്യനും ജീവി തന്നെയാണല്ലോ. അപ്പൊ ആ ഒരു ജീവികളാണെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം കടലിലേക്ക് അവരെ അന്വേഷിച്ച് ചെന്നിട്ട് മനുഷ്യർ അവരെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പോൾ നേരത്തെ തന്നെ മുകളിലേക്ക് വന്ന് അധികം മനുഷ്യരാരും ഉണ്ടാവരുതെന്ന് തീരുമാനിച്ച് എല്ലാവരെയും അവർ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അവസാന നിമിഷത്തിൽ എന്തോ അവർ ജീവിയെ ഇവർ സംരക്ഷിച്ചതുകൊണ്ട് നല്ലവരായിട്ടുള്ള മനുഷ്യരും എന്ന് മനസ്സിലാക്കിയായിരിക്കണം അത് ഇവരെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോയതും. ഇപ്പൊ ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പൊ ഇതുപോലൊരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുകിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടുകിടക്കുകയാണെങ്കിലല്ല, നമ്മൾ ഇതുപോലൊരു സാഹചര്യത്തെ മറികടന്നാണ് വന്നത് കോവിഡ്, എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.